ഏയ് ഓ ആ തോർത്തം കെടുത്തോ. പാടത്ത് പണിക്കാരൊക്കെ നേരത്തെ വരേണ്ടതാണ്. ഞാൻ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ആ പണികളൊക്കെ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ പണികളൊക്കെ തീർത്തിട്ടേ പോരുള്ളൂ. ഇത്തിരി വൈകിട്ടേ വരുള്ളൂ കേട്ടോ. ആ എന്നാ ശരി, പോയിട്ട് വരും. മോളെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ടേ വീടും റൂമുകളൊക്കെ നോക്കി കണ്ടറിഞ്ഞൊക്കെ എല്ലാം ചെയ്യണേ. ഭഗവാനെ ഞങ്ങൾ കാക്കണേ. ദൈവേ ഞങ്ങൾ കഷ്ടപ്പാടാണേ. എല്ലാം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ അനുഗ്രഹിക്കണേ ഭഗവാനെ. സമയം ഒരുപാടായിട്ടുണ്ട്. ഞാൻ പണിക്ക് പോട്ടെ. ഇനിയിപ്പോ അവിടെ എത്തുമല്ലോ എന്നുള്ള അറിയില്ല. ഇനി ചീത്ത കേൾക്കേണ്ടി വരും. ഞാൻ ഓർത്തെ ഞാൻ ചെയ്യാനേ. സമയം ഒരുപാടായിട്ടുണ്ട് ഭഗവാനെ. ഇനി ഞാൻ എപ്പോഴായി എത്തുക? സമയം ഇനി എല്ലാവരുമായിട്ട് ഇനിയിപ്പോ വഴക്കുണ്ടാക്കി എല്ലാം പൊരുത്തേണ്ടി വരും. സമയം ഒരുപാടായി. ഞാൻ പോട്ടെ. അവിടെ എത്തുമോ എന്നുള്ളത് അറിയുന്നില്ല. അയ്യോ എന്താ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് വീട്ടിലെ മക്കളെ നോക്കണം. കയ്യിലൊരു 5 പൈസ ഇല്ല. ഞാൻ ആ കഷ്ടപ്പെട്ട് പറയല്ലേ. എനിക്ക് എപ്പോഴെങ്കിലും അല്ല ഞാൻ എന്തോരം ഓട്ടം ഓടിയെന്നറിയോ? ശ്വാസം മുട്ടിട്ട് ഓടി ഇവിടെ പണിക്കെത്തിയത്. അപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളങ്ങനെ പണിയെടുത്തിട്ടല്ലേ വരുന്നേ. പണിയെടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് പണിയെടുക്കണ്ടേ? അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജീവിത ചരിത്രം. വരദസ്നേഹി. എന്താ കണ്ടിട്ട് കുറെ ആയല്ലോ. ഞാൻ കുറച്ച് ദിവസം കൂടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? ചായ ഹലോ. എന്താ വേണ്ടേ? പുട്ടു രണ്ടും കണക്ക്. പഴംപരി, ബിസ്ക്കറ്റ് വരി. നീ എപ്പോഴാ പറഞ്ഞത്? വൈകുന്നേരം? കുഞ്ചുവിനെ അച്ഛനെ ഒക്കെ കൂട്ടിക്കോ. വെറുതെ ഉണ്ടല്ലോ. വിരുന്നുകാരാണോ? ഇല്ല വിരുന്നാളൊന്നുമല്ല. എന്റെ മോളും കുട്ടികളുമാണ് വരണത്. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞു? ഓ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. നിന്റെ കല്യാണം ഒന്നും ആയില്ല? ഇല്ല, ഒന്നും ആയിട്ടില്ല. നോക്കണോ? നോക്കണമെങ്കിൽ ഇവിടെ ബ്രോക്കർമാരുണ്ട്, നല്ല കുട്ടികളും ഉണ്ട്. വേണമെങ്കിൽ പറഞ്ഞു വിടാം. ഇവന് ആർക്കാ പെണ്ണ് കൊടുക്കുക? ഇവന് പായസത്തിലേ ഇവൻ എന്താ കളിക്കുന്ന? ഇവൻ എന്താ ഇവന് പരിപാടി? എനിക്ക് മനസ്സിലാകുന്നില്ല. പാവല്ലേ, എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അല്ലേ? അല്ല വിജയേട്ടാ, കുന്നുമല പിള്ളേനല്ലേ, നമുക്ക് എവിടുന്നെങ്കിലും ഒരു പെണ്ണിനാ ആയിക്കോട്ടെ. വേണമെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ബ്രോക്കറെ പറഞ്ഞില്ല. ബ്രോക്കറെ ഏൽപ്പിക്കാം. എന്താ ഇത്? എവിടെ പോയി കിടക്കാത്? ഇത്ര നേരായി കാണുന്നില്ല. എത്തിയല്ലേ? ഞാൻ പണിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയാണേ. എന്താ ഞാൻ നിങ്ങളെ ചെമ്പും ചോറും കാലമൊക്കെ എടുത്തിട്ട് പോയതോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെച്ചിട്ട് തിന്നൂടെ? എന്നെയും കാത്തിരിക്കണോ? വിശന്നിട്ട് ഇവിടെ വിശന്നിട്ട് അയാള് പാത്രമുണ്ട്, ചെമ്പുണ്ട്, വെച്ച് തിന്നേ. വീട്ടുപണി എടുക്കായിരുന്നു. അതല്ലേ? അയ്യോ ഞാനും എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടെ വാഴയില് പണിയൊക്കെ ചേച്ചിയെ വരുന്നുണ്ടോ? അല്ല, എന്തും വന്ന കുട്ടികളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരമായിട്ട് വന്നതാ. അതാ ഞങ്ങൾ ഇപ്പോഴും പണി കയറി വന്നേ. ആണോ? 2-3 പ്രാവശ്യം വന്നിരുന്നു. രാവിലെ വന്നപ്പോ നിങ്ങൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പണിക്ക് പോയതാന്ന്. ഞാനിപ്പോ അടുക്കളയിലൊന്ന് പോയിട്ട് വരട്ടെ. അത് ഒരു ഗ്ലാസ് ഇത്രയും നടന്നു വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ്ടിരുന്നാലേ ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ. അവിടെ ഇരുന്നു. ശരി.
അടച്ചിട്ടില്ലാന്ന്. എനിക്കിനെന്തോ ഒരു പണി അങ്ങോട്ട് വലിച്ചിട്ടില്ല ഇങ്ങോട്ട് വലിച്ചിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരു മോളെ കെട്ടിച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരണ്ട. ആരും വന്നിട്ട് നോക്കുന്നൊന്നുമില്ല. നമുക്കൊന്ന് കേക്കണം. അതെ, ആ പീടിയിൽ നിന്ന് പറഞ്ഞപ്പോ വന്നതാ. ബ്രോക്കറാണ് ഞാൻ. അപ്പൊ നിങ്ങളെ ഇവിടെ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഒരു ചെക്കൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്തോ അറിയണം. കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ചെക്കന്റെ സ്വഭാവം അറിഞ്ഞിട്ട് വേണ്ട. നമ്മളാരിപ്പോ ഞങ്ങളെ മക്കളെ നന്നാക്കാൻ നല്ല രീതി പോകാന്ന് വെച്ചാൽ അവിടുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. നല്ല രീതിക്ക് പോണം. അവര് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൂ. അപ്പൊ പെണ്ണും ചെക്കനൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അടുത്തന്നെ കല്യാണം അങ്ങോട്ട് നടത്താം. അവര് നിങ്ങളെ വീട്ടിലെത്തില്ല, ഇവിടെ ഉള്ളവരാ. ഈശ്വരാ. ഹരേ കൃഷ്ണ ഗോവിന്ദ ഗോപാല പരിഹസിച്ചതും നിന്റെ ചാടുവാക്യമായിരുന്നു. എന്താടി അവന് എണീറ്റില്ല ഇതുവരെ അല്ലേ? എല്ലാവരും എണീറ്റ് ഓരോരോ പണികളൊക്കെ തുടങ്ങിയല്ലോ. ഇവിടെ പോയി തന്നെ കിടന്ന് ഉറങ്ങുകയാണോ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൻ ഇതുവരെ എണീറ്റിട്ടില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഗാന്ധി കഴിഞ്ഞ് നമ്പൂരി പ്രസാദം കൊണ്ടുപോകും. ആ പഠനത്തിന്റെ ഒരു നല്ല ഗുണം അവനും കിട്ടിയിട്ടില്ല. അവന് ഗുണം കിട്ടാത്തത് കൊണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രായമായി വരുമ്പോൾ നമുക്കും കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ വിളിച്ചൊന്ന് ഉദ്ദേശിച്ച് കൊടുക്കേണ്ട ചുമതല നിൽക്കേണ്ട നീ അത് പറഞ്ഞേ പറ്റൂ കേട്ടോ. അതൊക്കെ ശരിയാവുന്നു. ആ നിന്റെ അല്ലേ മോനെ. അതിന് എന്റെ തലയിൽ വെച്ചു. ഉത്സവം നമ്മള് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ നമ്മളെ മോനൊന്ന് നന്നായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുക്കായിരുന്നു. ഭഗവാൻ സഹായിക്കണം. ഭഗവാൻ സഹായിക്കട്ടെ. അടുത്ത പ്രാവശ്യമെങ്കിലും വരുന്ന ഉത്സവത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നല്ലൊരു മുഹൂർത്തം നമുക്ക് കാണാം. കുട്ടാക്കി രാവിലെ ആയിട്ട് എന്തെങ്കിലും പണിക്കൊക്കെ പോകണം. ഇവിടെ കടന്നിറങ്ങി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. ഇപ്പോൾ ഇങ്ങനെ ആയാലും അത്തരം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. കുട്ടാ എണിക്ക് എന്തെങ്കിലും പണിയെടുക്ക്. താഴെ അമ്മ വിളിക്കുന്നു. എന്തെങ്കിലും പണിയെടുക്കും. അമ്മാവന്റെ പണിക്ക് പോയിക്കൂടെ മനുഷ്യനെ? എന്തെങ്കിലും ഒരു പണിയെടുക്കും. ഈ അമ്മാവ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പോയത് ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല. മുത്തശ്ശി ചായ ആയോ? ചായ ഒന്നും വെച്ചിട്ട് വെക്കാൻ പോകുന്ന കൃഷ്ണ. ഓ, ഇന്ന് എല്ലാ ദിവസവും വരയ്ക്കുന്ന പുട്ട് തന്നെയാണോ? വെയില് വന്നാൽ ആരും കാത്തിക്കാൻ വന്നില്ലേ? അതിന് ചെയ്യാം. അമ്മ ഈ വയ്യാത്തോടത്ത് ഈ കാപ്പിയൊക്കെ ചിക്കാൻ നിൽക്കണം. അത് ഞാൻ ചെയ്തോളൂല്ലേ. ഞാൻ അടുക്കളയിൽ ഓരോരോ പണിയായിട്ടാ. നിങ്ങളത് ചെയ്യണ്ട. നിങ്ങളകത്ത് കയറി പോയിക്കോളി. ഇനി അടുക്കളയിൽ കുറെ പണിയുണ്ട്. അവനാണ് ഇപ്പൊ എഴുന്നേറ്റുണ്ടാവും. അവന് കാപ്പി കൊടുക്കണം. എന്തെല്ലാം ചെയ്യണം. അമ്മ ചായ എടുക്കാമോ? ഇത് രാവിലെ ചായ പല്ലു തേക്കണ്ട, മുഖം കഴുകണ്ട, ചായ കുടിച്ചാൽ മാത്രം മതി.
നേരം വെളുത്ത് ഉച്ചയാകുമ്പോഴാണ് ഏറ്റു വന്ന് പല്ല് വെക്കുന്നത്. ഇത്ര നേരം കിടന്നുറങ്ങിയിട്ട്. സാരില്ല. എന്നാ വെള്ളം കഴിക്കോ. അച്ഛനൊക്കെ പണിക്ക് പോകുമോ? ആ പണിക്ക് പോയിട്ടുണ്ട്. നീ നിന്റെ മാതിരി ഉച്ച വരെ കിടന്നുറങ്ങിയാ പോരല്ലോ. ആ ജോലി എന്തെങ്കിലുമൊക്കെ നോക്കണം. മകന് നമുക്കൊരു കല്യാണം കഴിപ്പിക്കേണ്ടത് നമ്മളെ എത്രയും പെട്ടെന്ന് നമ്മൾ ആ കാര്യത്തിലേക്ക് കിടക്കേണ്ടത് ആവശ്യമാണ്. അവനങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഗോപാലൻ നായരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ കാര്യം. അയാളിപ്പോൾ ഈ വരുന്ന വഴിക്ക് എന്നോട് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു വ്യക്തത അയാൾക്ക് കൊടുക്കണം. അതിന് നീയും കൂടെ ഇരുന്നിട്ട് വേണം, നമുക്ക് കൂടി ആലോചിച്ചിട്ട് വേണം അത് കൊടുക്കണമെങ്കിൽ. അപ്പൊ നീ ഇങ്ങോട്ട് വാ. ഞാൻ ആ കാര്യങ്ങളൊക്കെ അന്ന് ഗോപാലൻ നായരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തെ കുറിച്ചിട്ട് അയാള് ഒരു വ്യക്തത വേണം എന്നുള്ള ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞില്ല. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. എന്താണ് ഇങ്ങനെയൊക്കെ ആയ പിള്ളേരെ ഓരോരോ കാര്യങ്ങൾ. പിള്ളേര് പഠനം കഴിഞ്ഞ് വീടിന്റെ പരിസരമായിട്ട് ഇങ്ങനെ നടക്കുക. മറ്റുള്ളവർക്ക് പാടത്ത് പണിയെടുക്കലും വീട്ടിൽ വന്നാ പണി, ഏത് സമയത്തും പണി പണി എന്നല്ല. ചായ കുടിക്കും എന്നിട്ട് പറയാം. മുതലിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് പറയാനുള്ളത്? മോന്റെ കാര്യത്തെ കുറിച്ചിട്ട് ഞാനിങ്ങനെ എന്നോട് പറയണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ പറയാത്തതിന്റെ കാരണം വെച്ചാൽ അവനൊരു ജോലി ഇതുവരെ കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് കുടുംബത്തോട് കൂടിയിട്ട് ഒന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം? എന്നിട്ട് വേണം അയാൾക്കൊരു മറുപടി കൊടുക്കണമെങ്കിൽ. എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട് കുടുംബം നോക്കിയിട്ടും എല്ലാം. പക്ഷെ അതൊക്കെ അറിയായിട്ടല്ല. അവനൊരു നല്ല വഴിക്ക് വരട്ടെ. അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കാം. മോനെ രാവിലെ അച്ഛൻ പോകുമ്പോ കൊറേ ചീത്ത പറഞ്ഞിട്ടാ പോയത്. എന്തിനു പറഞ്ഞാ നീ ഇങ്ങനെ വെറുതെ നടന്നിട്ട് തന്നെ ഒരു കാര്യം ചെയ്യൂല, ഒരു പണി എടുക്കൂല, എല്ലാം അതിന് ചീത്ത പറഞ്ഞ എനിക്ക് ഇനി കേൾക്കാൻ വയ്യ. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവും. എവിടെയും പോണ്ട, മാമാക്കൊന്ന് തോർത്ത് പോയിട്ട് വരാം. നമുക്ക് തോർത്ത് പോയിട്ട് വരാം. തേങ്ങ ഉണ്ട്. ആ സ്ഥലം ഒന്ന് വിൽക്കണം, അതൊന്ന് നോക്കണം. പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്യണല്ലോ, അങ്ങനെ ആക്കി ഒറ്റയ്ക്ക് ഇരുത്തിയാ പോരല്ലോ. എന്തായാലും സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. കൊറേ ആയി സ്ഥലത്തൊക്കെ പോയിട്ട്. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിട്ടേ ഒന്ന് വിൽക്കാൻ നോക്കണം. വിറ്റിട്ട് നിന്നെ ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണം. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക്. നന്നായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ നിന്റെ മേലേക്ക് എങ്ങനെ നന്നാകുക? ഇങ്ങനെ നന്നായാ മതിയോ? നമ്മളെ മോന്റെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കല്യാണാലോചന വന്ന് അവര് അതെപ്പം നടത്താം എന്നുള്ളതിനെ കുറിച്ച് അവര് വന്ന് ചിന്തിച്ചു പോയിരുന്നു. അപ്പൊ നമുക്കത് എപ്പം നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് അതിന്റെ വിവാഹമുഹൂർത്തം ശരിക്കും ഈ മകരമാസത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. മകരമാസമാണ് നമുക്ക് വിവാഹമുഹൂർത്തത്തിന് പറ്റിയൊരു സമയങ്ങളൊക്കെ. കുംഭമാസം ഒന്നും പാടില്ല എന്ന് പറയുക, നിഷിദ്ധാണ്. നല്ലൊരു മുഹൂർത്തം അല്ലേ? അതൊരു 12-12:30 ശേഷം 1 മണിക്കുള്ളിലായിട്ട് വിവാഹം നടത്താൻ നല്ലൊരു മുഹൂർത്തം. നല്ല മുഹൂർത്തം അല്ലേ? അതല്ല, ഈ സമയങ്ങൾ ഏറ്റവും നല്ലൊരു ഉത്തമ മുഹൂർത്തം കൂടിയാണ്. അത് ചെയ്യാം. നാളെ ആ പണിക്കാരെ കൊണ്ടുവരാണെങ്കിലേ അവിടെ തന്നെ ഇങ്ങനെ ആ മുന്നിൽ തന്നെ കൊയ്തെടുത്തിട്ട് ഇങ്ങനെ പോന്നാൽ മതി കേട്ടോ. മഞ്ഞളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് കൊയ്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് കൊയ്യാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മളെ കുടുംബത്തിന് എന്താ സുഖമല്ല, പെൻഷൻ കിടക്കുകയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ അവരെ വരാണ്ടിരുന്നത്. പിന്നെ നിങ്ങള് ഇവരെ പണിക്കാരപ്പോ എപ്പോ എത്തിക്കും? വൈകുന്നേരം പോയിട്ട് എല്ലാവരും പറഞ്ഞ് ശരിയാക്കി. നാളെ വരുമ്പോ കുറച്ച് ഭക്ഷണം കുറച്ച് കൂടുതൽ ഒന്നോ രണ്ടോ ആള് കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരിക്കൽ നമുക്ക് പോകേണ്ട കാര്യങ്ങളില്ലല്ലോ. വേഗം തീർക്കാലോ. മോന്റെ കല്യാണം ഒക്കെ അടുത്ത് വരില്ല.
എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ ഒന്നല്ലേ അല്ലേ ഇവിടെയുള്ള ആ റൂമിലുണ്ട്. എന്നാലേ എനിക്ക് ലേശം ഇതൊക്കെ വരുന്നുണ്ട്. അതിനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് മാറി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നമ്മളെ എല്ലാരും കല്യാണക്കാരൊക്കെ വന്നു തുടങ്ങി. തിരക്കുള്ള സമയങ്ങളാകുന്ന അതിന്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ വലതുകാല് വെച്ച് പ്രാർത്ഥിച്ച് കയറി. മാളൂട്ടി അച്ഛനമ്മനെയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടല്ലോ. മാളൂട്ടി ഓ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടായോ? അതെന്ത് ചോദ്യ? ഈ സ്ഥലം ആർക്കും ഇഷ്ടമല്ലാണ്ടാവുക? ഇത്ര രസമുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ മഴവെള്ളം വന്നിട്ടൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണ്. എന്നാലും രസമുണ്ടല്ലോ. ഉണ്ടോ? ഓ ആ ഇതാണ് അമ്പലല്ലേ? ആ ഇതാണ് അമ്പലം. നമ്മള് വയലിക്കൂടെയൊക്കെ വന്നത് കൊണ്ടാണ് തറവാട് അമ്പലം. മാളൂട്ടി ആർക്ക് വേണ്ടിട്ടാ പ്രാർത്ഥിച്ചേ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേണ്ടിട്ട് പ്രാർത്ഥിച്ചല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ട്. ആരംഭിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചൊക്കെ ചെയ്യണം. പ്രാർത്ഥിക്കാം. അവര് വരാനായി തോന്നുന്നു. ഞാൻ വേഗം പോയി ചായയൊക്കെ എടുത്ത് വെക്കട്ടെ. അമ്മ ഒന്ന് ഉമ്മറത്തേക്ക് വാ. മഠത്തിൽ തറവാട്ടിലെ വിശേഷങ്ങൾ 2 വർഷങ്ങൾക്ക് ശേഷം കാഴ്ചയിൽ. ചേട്ടാ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ഇത്ര നാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ? കയ്യിലുള്ള പൈസ മൊത്തം കഴിഞ്ഞപ്പോ? എന്റെ വീട്ടുകാരൊന്നും പൈസ കൊണ്ടല്ലേ ഇത്ര നാള് വെറുതെ ജീവിച്ചത്? വീട്ടുകാർ തന്ന പൈസ കൊണ്ട് തന്നെയാണ്. വീട്ടുകാരൊന്നും പൈസ എന്നെ എപ്പോ എവിടെയെങ്കിലും വിടാറുണ്ടോ? എവിടേക്കെങ്കിലും പുറത്തു പോകാറില്ല. വീട്ടിൽ വെറുതെ അടച്ചു പൂട്ടിയിരുന്നല്ലേ? എനിക്ക് മടുത്തു. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? കല്യാണം കഴിപ്പിച്ച് വിട്ട് എന്നതിന് ശേഷം ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ അല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണമൊക്കെ എവിടെ പറ്റിയോ എങ്ങനെയൊക്കെയാണ് ഒന്നും പറയാനായില്ല. എന്തൊക്കെയാണുണ്ടോ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാണ് ഇവൻ ചെയ്യാൻ പോകുന്നതാണ് അറിയാം. അവരത് അവിടെ അകത്തുണ്ട്. എന്തൊക്കെയോ ഒച്ചിമ്പിളിയൊക്കെ ഉണ്ടാക്കും. ഞാൻ പോയി നോക്കാം എന്താന്ന് അറിയില്ല. മാളു മാളു ഞാൻ എല്ലാവരും പ്രശ്നം അറിഞ്ഞിട്ട് വന്നാ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നിട്ട് വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി. വീട്ടിൽ നിന്നെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജീവിതത്തിൽ കല്യാണം കഴിക്കാത്തവർ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് സ്ത്രീധനം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിക്കുക.